ഹലോ എവരിവൺ, എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നന്നായിട്ട് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10th ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നാണ്. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലെ? ഇനി നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിന് എന്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫംഗ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനെ അറിയിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം ഇല്ലേ? അപ്പൊ ആരൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത്, അവരെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ബിഹൈൻഡ് സെൻസേഷൻസ്, സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പൊ ഈ സെൻസേഷൻസിനൊക്കെ, അതായത് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഇല്ലേ? അപ്പൊ ആ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നോ അവയുടെ പാർട്സ്, അതുപോലെ തന്നെ അവയുടെ ഫംഗ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രതികരിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ നല്ലൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പാട്ട് ആസ്വദിക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സന്തോഷത്തോടു കൂടി ഓടിച്ചെല്ലും അല്ലേ? നല്ല മണം വരികയാണെങ്കിൽ, അതായത് ഫുഡിന്റെയോ നല്ല ഫ്ലവറിന്റെയോ ഒക്കെ മണം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൂക്ക് വിടർത്തി ആ മണം ആസ്വദിക്കും അല്ലേ? അതേസമയം ചീത്ത സ്മെല്ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൂക്ക് പൊത്തിപ്പിടിക്കും. ഇനി അതുപോലെ തന്നെ ലൗഡ് നോയിസ്, അതായത് ഭയങ്കര ബഹളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെവി പൊത്തിപ്പിടിക്കുന്നു അല്ലെ? അതായത് സോങ്സ് ആസ്വദിച്ച അതേ രീതിയിലായിരിക്കില്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളോടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രതികരണങ്ങൾക്കൊക്കെ സഹായിക്കുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ജൈവരാസ പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, ഓരോ സാഹചര്യങ്ങളോടും റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ കാണുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു. ഫ്രണ്ടിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടിച്ചെല്ലും അല്ലെ? നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തോട് നമ്മൾ എന്ത് ചെയ്യണം, പ്രതികരിക്കണം അല്ലെ? നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കാണുക എന്ന് പറയുമ്പോൾ കാണാൻ നമ്മളെ സഹായിച്ച ആരാണ്? നമ്മുടെ ഐസ് ആണ്, കണ്ണുകളാണ്. ഫ്രണ്ടിനെ കണ്ടു എന്നുള്ള മെസ്സേജ് എന്ത് ചെയ്യണം, ഐസിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് പോകണം അല്ലെ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ച് പ്രതികരിക്കുന്നത്. അപ്പൊ ഈ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് ഒക്കെ എങ്ങനെയായിരിക്കും പോകുന്നത്? അതായത് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കാണുന്നു. അപ്പൊ സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം എവിടേക്ക് പതിക്കുന്നു, നമ്മുടെ കണ്ണുകളിലേക്ക് പതിക്കുന്നു അല്ലെ? ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനെയാണ് കണ്ടത്. അപ്പൊ സുഹൃത്തിനെ കണ്ടപ്പോഴത്തേക്ക് സുഹൃത്തിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് പതിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇമ്പൾസ്, ആവേഗങ്ങൾ കണ്ണുകളിൽ നിന്ന് എവിടേക്ക് എത്തുന്നു, നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു. മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം രൂപപ്പെടുത്തുന്നു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ വഴി എവിടേക്ക് വിടുന്നു, മസിൽസിലേക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെയാണ് കണ്ടിരിക്കുന്നത് അല്ലെ? ആ ഫ്രണ്ടിൽ നിന്നുമുള്ള പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പതിച്ചപ്പോൾ കണ്ണിനകത്തിൽ ഇമേജ് ഫോം ചെയ്തു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇമ്പൾസസ് എവിടേക്ക് വിടുന്നു, ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. അതും ആരാണ് കൊണ്ടുപോകുന്നത്? നെർവ്സ് അല്ലെങ്കിൽ നാഡികളാണ് അല്ലെ? അപ്പൊ ഈ നെർവ്സിന്റെ സഹായത്തോടു കൂടി ഇമ്പൾസസ് എവിടേക്ക് എത്തി, ബ്രെയിനിലേക്ക് എത്തി. ബ്രെയിൻ അതിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എവിടേക്കാണ് എത്തുന്നത്, മസിൽസിലേക്കാണ്. അതായത് പേശികളാണ് നമ്മളെ ചലിക്കാൻ സഹായിക്കുന്നത് അല്ലെ? അപ്പൊ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതായത് റെസ്പോണ്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ എവിടേക്ക് വിടുന്നു, മസിലിലേക്ക് വിടുന്നു. ആ മസിൽസിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോഴേ എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നു ഇല്ലേ? അപ്പൊ ഫേസിൽ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഫേസിലൊക്കെ ഉള്ള മസിൽസ് ആണ്. അപ്പൊ ബ്രെയിനിൽ നിന്നും മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് എവിടേക്ക് എത്തി, നെർവ്സ് വഴി നമ്മളുടെ മസിൽസിലേക്ക് എത്തി. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് പ്രതികരിക്കാൻ കാരണമായത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നമ്മളുടെ സുഹൃത്തിനെ കണ്ടു എന്നുള്ളതാണ് ഇല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മളെ പ്രതികരിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് വിളിക്കുന്നത്. അതായത് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിംഗ് ബീങ്സ്. ജീവനുള്ളവയിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ, അതായത് ഈ സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. അപ്പൊ ഈ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. അപ്പൊ എന്താണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിംഗ് ബീങ്സ്. ജീവനുള്ളവയിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം.
ഉദ്ദീപനം. അതായത് സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. മണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മൂക്ക് വിടർത്തി മണം പിടിക്കുന്നു. ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു നോക്കുന്നു. ഇതെല്ലാം എന്താണ്? റെസ്പോൺസസ് ആണ്. അപ്പൊ ഈ റെസ്പോൺസസിന് കാരണമായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്, ഇല്ലേ? അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനമാണ്. ഇനി ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. വിളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടു, ഇല്ലേ? സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനമാണ്. പൂവിന്റെ മണം വന്നു. പൂവിന്റെ മണം വരിക എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? സ്മെൽ അല്ലെങ്കിൽ മണമാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ഈ സ്റ്റിമുലസിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ രണ്ട് തരത്തിലുണ്ടാകാം. ഒന്നുകിൽ നമ്മളുടെ ബോഡിക്കുള്ളിൽ നിന്നും ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി, അതായത് ശരീരത്തിന് പുറത്തു നിന്നുണ്ടാകാം, അല്ലെങ്കിൽ ശരീരത്തിന് അകത്തു നിന്നും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റിമുലസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്നുകിൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നു? നമ്മളുടെ ബോഡിക്കുള്ളിൽ നിന്നും ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് പുറത്തു നിന്നും ഉണ്ടാകാം. സ്റ്റിമുലസ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ഈസ് കാൾഡ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അതായത് ശരീരത്തിന് പുറത്തു നിന്നും ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനം എന്ന് വിളിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ലൈറ്റ്, സൗണ്ട്, സ്മെല്ല് തുടങ്ങിയവ. സ്റ്റിമുലസ് ഫ്രം ഇൻസൈഡ് ദ ബോഡി, അതായത് ശരീരത്തിനുള്ളിൽ നിന്നും വരുന്ന ഉദ്ദീപനങ്ങളെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനം എന്ന് വിളിക്കും. ഇപ്പൊ ഹങ്കർ, വിശപ്പ്, അതുപോലെ തന്നെ തേഴ്സ്റ്റ്, ദാഹം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിംഗ് ബീങ്സ്. ജീവനുള്ളവയിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. ഉദ്ദീപനം എത്ര തരത്തിലാണുള്ളത്? രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലസും ഇന്റേണൽ സ്റ്റിമുലസും. എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ഈസ് കാൾഡ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. എക്സാമ്പിൾ ലൈറ്റ്, സൗണ്ട്, സ്മെല്ല് എക്സെട്ര. ഇനി എന്താണ് ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനം? സ്റ്റിമുലസ് ഫ്രം ഇൻസൈഡ് ദ ബോഡി, ശരീരത്തിനുള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് ആന്തര ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റിമുലസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹങ്കർ, തേഴ്സ്റ്റ്, അല്ലെ? അതായത് വിശപ്പ്, ദാഹം തുടങ്ങിയവ. അപ്പൊ ഇവിടെ നോക്കിക്കേ, പലതരത്തിൽ നമ്മളുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കുന്നുണ്ട്. അതായത് സുഹൃത്തിനെ കാണുമ്പോൾ ഓടിച്ചെല്ലുക, അല്ലെന്നുണ്ടെങ്കിൽ ചിരിക്കുക. അതുപോലെ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു നോക്കുന്നു. മുയൽ എന്ന് പറയുന്നത് സിംഹത്തെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓടുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഓരോ തരത്തിലുള്ള റെസ്പോൺസസ് ആണ്. അപ്പൊ ഈ റെസ്പോൺസസിന് കാരണമാകുന്നത് എന്താണോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മളുടെ ബോഡി ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ തിരിച്ചറിയുന്നത് എന്നാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്